ക്രിസ്ത്യാനോയുടെ പോർച്ചുഗലിനൊപ്പമുള്ള യാത്ര ഒരു പരാജയമായി കണക്കാക്കാനാവില്ല. അദ്ദേഹത്തിന് മുമ്പ് പോർച്ചുഗൽ 3 ലോകകപ്പിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഒരു പ്രധാന ട്രോഫി പോലും നേടിയിട്ടില്ല. ക്രിസ്ത്യാനോ തന്റെ രാജ്യത്തിന്റെ ഫുട്ബോൾ വിധി തന്നെ മാറ്റി എഴുതി. പോർച്ചുഗലിനെ സ്ഥിരമായി ലോകകപ്പ് യോഗ്യത നേടുന്ന രാജ്യമാക്കി മാറ്റി. പോർച്ചുഗലിന് 3 ട്രോഫികൾ കൊണ്ടുവന്നു. ഇന്ന് അദ്ദേഹം ദേശീയ ടീമിനായി തന്റെ അവസാന മത്സരം കളിച്ചിരിക്കാം. പക്ഷേ മുമ്പ് നിലവിലില്ലാത്ത ഒരു ഫുട്ബോൾ സംസ്കാരവും പോർച്ചുഗലിന് കൂടുതൽ വിജയങ്ങൾ കൊണ്ടുവരുന്ന ഒരു മികച്ച കളിക്കാരുടെ ഒരു തലമുറയും അദ്ദേഹം അവശേഷിപ്പിച്ചിരിക്കുന്നു. പോർച്ചുഗീസ് ഫുട്ബോളിന്റെ ചരിത്രം മാത്രമല്ല, ഈ ഗെയിമിന്റെ അപ്പാടെ ചരിത്രം തന്നെയും അദ്ദേഹം മാറ്റിമറിച്ചു. നിങ്ങൾക്ക് ഒരു ആരാധകനാകാം, അല്ലെങ്കിൽ ആവാതിരിക്കാം. പക്ഷേ മദീരയിൽ നിന്നുള്ള ഈ വ്യക്തി നമ്മൾ എന്നേക്കുമായി സ്നേഹിക്കുന്ന ഈ കായിക വിനോദത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനോയ്ക്ക് നന്ദി. ലോക ഫുട്ബോളിന്റെ തിരുമുറ്റത്ത് നിന്ന് രാജാവ് പടിയിറങ്ങിയിരിക്കുന്നു. CR7 എന്ന ഇതിഹാസത്തിന്റെ ലൈഫ് സമ്പൂർണ്ണമാകാൻ അതിലൊരു ലോക കിരീടത്തിന്റെ ആവശ്യമൊന്നുമില്ല. 41-ാം വയസ്സിലും കാൽപന്ത് കളിയോട് ക്രിസ്ത്യാനോ പ്രകടിപ്പിക്കുന്ന അടങ്ങാത്ത സ്നേഹമുണ്ടല്ലോ, അതാണ് അയാളെ ഫുട്ബോളിൽ അനശ്വരനാക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ കണക്ക് നിരത്താൻ അധികം കിരീടങ്ങളും ചെങ്കോലുകളും ഒന്നും ഇല്ലെങ്കിലും അയാൾ തുകൽപന്ത് തട്ടി കീഴടക്കിയത് അനവധി തലമുറകളിലെ ഫുട്ബോൾ ആരാധക ഹൃദയങ്ങളാണ്. 146 തവണ ഗോൾ വല കുലുക്കി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം തവണ ഗോൾ നേടിയ സർവകാല റെക്കോർഡിനുടമ കരിയറിലെ അവസാന ലോകകപ്പ് മത്സരം പൂർത്തിയാക്കി നിറഞ്ഞ കണ്ണുകളോടെ സ്റ്റേഡിയം തിരികെയാണ്. ഫുട്ബോൾ കണ്ട എക്കാലത്തെയും വലിയ ബ്രാൻഡാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ 41-ാം വയസ്സിലും ലോകത്തെ കോടിക്കണക്കിന് ആരാധകരെ ഉറക്കമൊഴിച്ച് ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിലെത്തിക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട്. ക്രിസ്ത്യാനോയുടെ ടീം തോൽക്കുമ്പോൾ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഭേദമില്ലാതെ കണ്ണീരൊഴുക്കുന്നത് ആ കഠിനാധ്വാനിയായ അത്ലറ്റിനോടുള്ള ഭ്രാന്തമായ സ്നേഹം കൊണ്ടാണ്. മത്സരശേഷം വികാരാധീനനായി കളം വിട്ടിറങ്ങിയ റൊണാൾഡോയുടെ ചിത്രം ആരാധകരെയും കണ്ണീരിലാഴ്ത്തി. 2006-ൽ ജർമ്മനിയിൽ ലോകകപ്പ് അരങ്ങേറ്റം കുറിച്ച യുവതാരം 2026-ൽ 6-ാം ലോകകപ്പിലും പോർച്ചുഗലിനെ നയിച്ചാണ് കളം വിടുന്നത്. യഥാർത്ഥത്തിൽ പോർച്ചുഗൽ ഇങ്ങനെ പ്രീ ക്വാർട്ടറിൽ തോറ്റ് മടങ്ങുമ്പോൾ ചൂണ്ടുവിരൽ വരുന്നത് റോബർട്ടോ മാർട്ടിനസ് എന്ന കോച്ചിലേക്കാണ്. ലോകകപ്പ് ടൂർണമെന്റിലേക്ക് ഇത്ര മികച്ചൊരു ഫുട്ബോൾ യൂണിറ്റിനെ കിട്ടിയിട്ടും അവരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാനും ചരിത്രത്തിൽ ആദ്യമായി കിരീട നേട്ടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനും അയാൾക്ക് സാധിച്ചിട്ടില്ല. ടീമിലെ മറ്റൊരു താരത്തിന്റെയും പേരെടുത്ത് വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയധികം പ്രതിഭാധാരാളിത്തമുള്ള ടീം പ്രീ ക്വാർട്ടറിൽ തോറ്റ് മടങ്ങുന്നത് കാണുമ്പോൾ ആകെ നിരാശയിലാണ് പോർച്ചുഗീസ് ആരാധകർ. ഫുട്ബോളിന്റെ മാത്രമല്ല, ഒരു അത്ലറ്റ് എന്ന നിലയിൽ ആഗോള കായിക രംഗത്തിന്റെ മുന്നിൽ നിന്നും വിലമതിക്കാനാകാത്ത ബ്രാൻഡ് വാല്യൂ ഉള്ള വ്യക്തിയാണ് CR7. കളിക്കളത്തിലെ അതുല്യ പ്രകടനങ്ങൾ, കഠിനാധ്വാനം, അച്ചടക്കം, ഫിറ്റ്നസിനോടുള്ള പ്രതിബദ്ധത, സോഷ്യൽ മീഡിയയിലെ വമ്പൻ സ്വാധീനം എന്നിവയാണ് അദ്ദേഹത്തെ ഒരു കായിക താരത്തിൽ നിന്ന് $1 ബില്യൺ മൂല്യമുള്ള ഒരു ബ്രാൻഡായി വളർത്തിയത്. CR7 എന്ന ബ്രാൻഡ് ഇന്ന് ഫുട്ബോളും കടന്ന് ഫാഷൻ, ഫിറ്റ്നസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, ഹോട്ടലുകൾ തുടങ്ങി നിരവധി മേഖലകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരും ലോഗോയും ലോകമെമ്പാടുമുള്ള ആരാധകർ വിശ്വാസത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിലും റൊണാൾഡോ അതിശക്തനാണ്. കോടിക്കണക്കിന് ആളുകളേക്കുള്ള താരത്തിന്റെ റീച്ച് ലോകത്തിലെ പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാളാക്കി അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. താരത്തിന്റെ ഓരോ സ്പോൺസേർഡ് പോസ്റ്റും വൻ വിപണന മൂല്യമുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ റൊണാൾഡോ എന്ന ബ്രാൻഡിന്റെ ശക്തി പരസ്യങ്ങളിലോ ബിസിനസ്സിലോ മാത്രം ഒതുങ്ങുന്നില്ല. സ്ഥിരത, വിജയിക്കാനുള്ള മനോഭാവം, സ്വയം മെച്ചപ്പെടുത്താനുള്ള ആഗ്രഹം, ഒരിക്കലും കീഴടങ്ങാത്ത സമീപനം എന്നിവയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കൂടുതൽ ശക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും അദ്ദേഹം ഒരു ഫുട്ബോൾ താരം മാത്രമല്ല, പ്രചോദനത്തിന്റെ പ്രതീകവുമാണ്. അതുകൊണ്ടാണ് ലോകം പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കളിക്കാരൻ മാത്രമല്ല, ഒരു ബ്രാൻഡാണെന്ന്. 5 ബാലൺ ഡി ഓർ, 5 ചാമ്പ്യൻസ് ലീഗ്, 1 യൂറോ കപ്പ്, 2 നേഷൻസ് ലീഗ് കിരീടങ്ങൾ, അങ്ങനെ ഫുട്ബോളിൽ നേടാനാകുന്ന മിക്ക നേട്ടങ്ങളും സ്വന്തമാക്കിയ റൊണാൾഡോയ്ക്ക് പക്ഷേ ലോക കിരീടം മാത്രം ഒരു സ്വപ്നമായി തുടരും.